സലീം ഉണ്ടണോ? പടച്ചോനെ മുനീറാണല്ലോ. അവൻ്റെ ഒരു 5000 റുപ്യ കടം മേടിച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ വന്നപ്പോ ഇതൊരു കഷ്ടമാണ്. എന്തേലും ഐഡിയ പറഞ്ഞിട്ട് നടക്കുള്ളൂ. ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞ എന്തൊക്കെ എനിക്ക് ഇത്ര ധൃതി? എന്തപ്പോ ഐഡിയ? ആടില്ലേ? അവിടെ ആരോ ഉൾബെല്ലടിക്കണ്ടല്ലോ. എന്താ ഈ വാതിൽ തുറക്കാത്ത? കടം മേടിച്ചിട്ടുണ്ട്. അത് മേടിക്കാൻ വന്നിക്ക. ഞാനിവിടെ ഇല്ലാന്നത് പറഞ്ഞോളി. എന്തേലും പറഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കി. പിന്നെ കൊടുക്കാം. അന്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, എനിക്ക് ആ പൈസ കൊടുത്തൂടെ? ഈ എന്തിനത് വെച്ചുകൊണ്ടിരിക്കണത്? 2 ആഴ്ച കൊടുക്കാം. എന്തേലും പറഞ്ഞു പൈസ ഉണ്ടായിട്ട് എന്താ പൈസ കൊടുക്കാതിരിക്കുന്നത്? ആരത്? മുനീറോ? എന്താ മോനെ? സലീമോ? അവൻ ഇവിടെ ഇല്ല, എവിടേക്കോ പോയർക്കുക. എന്താ മോനെ? അതൊന്നുമില്ലമ്മ, അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കായ് വാങ്ങിണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ സ്കൂൾ തുറക്കല്ലേ, കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് അവനോട് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ മോനെ, അവൻ അവിടെ ഇല്ലല്ലോ, എന്താ ചെയ്യാ? മോനൊരു കാര്യം ചെയ്യ്, കുട്ടികളുടെ കാര്യല്ലേ. ഈ മോതിരം കൊണ്ടുപോയി പണയം വെച്ചിട്ട് കാര്യം നടക്കാതെ സാരമില്ല. എന്റെ മോന് എപ്പോഴാണ് ഈ പൈസ തരുന്നിച്ചാല് എനിക്കിത് തിരിച്ചെടുത്ത് തന്നാ മതി. കൊണ്ടുപോയിക്കോ മോനെ, കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. ശരി. എന്ത് പണിയെന്തോ കാട്ടി? 5000 റുപ്യക്കേ ഒരപ്പം അവന്റെ മോതിരം തള്ള കൊടുത്തിട്ടുണ്ട്. മോതിരൊക്കെ തന്നു. എവിടെ ചെങ്ങായി അന്നെ അന്വേഷിച്ച് ഞാൻ എവിടൊക്കെ നടന്നു. ഞാൻ അനക്ക് കുറച്ച് പൈസ തരല്ലേ, അത് തരാൻ വേണ്ടി ഞാൻ ഓടി വന്നതേ. ഞാൻ എന്റെ കൂടെ പോയി, എന്നെ കണ്ടില്ല. അത് ശരി, 5000 തരാള്. 5000 ഉണ്ട്. 5000 മേടിച്ച് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാടാ, അതുകൊണ്ടൊന്നും വിചാരിക്കാതിട്ടോ. ഞാൻ പോട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇപ്പൊ ഒരു 2000 കൂടി ഉണ്ടാവോ? ഇനി 2000 വേണോ? 2000 അല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടല്ലടാ. 2000 ഉണ്ട്. അയ്യോ, നമ്മള് കൂട്ടുകാരന്മാരല്ലടാ. വെച്ച ഞാൻ പോട്ടെ. പിന്നെ വേറെന്തേലും എന്റെ ഉമ്മേ, ഞാൻ എന്നെ തെരഞ്ഞു വന്നപ്പോഴേ പൈസ ചോദിച്ചു വന്നപ്പോ എന്റെ ഉമ്മക്ക് ഒരു മോതിരം പൈസ കിട്ടിയ സ്ഥിതിക്ക് മോതിരത്തിന്റെ ആവശ്യമില്ല, പണയം വെച്ചോളാൻ പറഞ്ഞത്. അതെ, ഉമ്മാക്ക് തിരിച്ചു കൊടുത്താ. എന്നാ ശരി ശരി. ഉമ്മ നിങ്ങളെവിടെ? മോ എന്താടാ? എന്ത് പണി അമ്മ കാട്ടി? ഒരു 5000 റുപ്യ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാറുള്ളൂ. അതിന് നിങ്ങൾ ഈ അരപ്പവന്റെ മോതിരം 60000 റുപ്യാണെന്ന് അരപ്പവന്റെ മോതിരം കിട്ടുന്നത്. ഇത് എന്തിനാ നിങ്ങൾ കൊടുത്തത് 5000 റുപ്യക്ക്? ഞാനേ അവനത് വാങ്ങിയ പൈസ കൊടുത്തിട്ട് ഞാൻ ആ സാധനം മേടിച്ചു. ഇത് എവിടെ ഉണ്ട്? ഇതാ, അത് അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് ഞാൻ 100 റുപ്യക്ക് വാങ്ങിയതാ ഫാൻസി കടയിൽ നിന്ന്. റബ്ബേ, ഇത് ഫാൻസി കടന്ന് മേടിച്ചു. പിന്നെ അല്ലാണ്ട് എന്റെ അടുത്ത് വേറെ വേണ്ടേ? ഉമ്മ ഞാൻ 5000 കൊടുത്തു, ഇന്റെ 2000 റുപ്യന് അധികം കൊടുത്ത ചെക്കനെ ഇത് സ്വർണ്ണാണിച്ചിട്ട് ഇപ്പൊ എല്ലാത്തൊരു ചതിയായി പോയല്ലോ. സംഭവം ഒക്കെ ശരി തന്നെയാണ്. നീ എന്റെ മകനൊക്കെ തന്നെ. നീ ഒരാൾക്കും വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കില്ലേ, അതുകൊണ്ട് ഉമ്മ എടുത്തൊരു പണിയാണ് മോനെ.